ഹലോ നമസ്കാരം. ഹോല ഹോലാവേൾഡിന്റെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോഴ്സ് ചേഞ്ചിനെ കുറിച്ചാണ്. ഓസ്ട്രേലിയ ഇവിടെ പഠിക്കാൻ വന്നതിന് ശേഷം കുട്ടികൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്, ഞാൻ ഈ കോഴ്സ് ചേഞ്ച് ചെയ്ത് വേറെ യൂണിവേഴ്സിറ്റി വേറെ പ്രോഗ്രാം പഠിച്ചാൽ കുഴപ്പമുണ്ടോ, വേറെ കോളേജിൽ പോയാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തിനാണ് കോഴ്സ് ചേഞ്ച് ചെയ്യുന്നത്? ഇവിടെ വന്നതിന് ശേഷം കോഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം എന്താണ്? ഒന്ന് പഠിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇത് ഞാൻ നേരത്തെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ പഠിക്കുന്ന കോഴ്സിന് ഇവിടെ PR കിട്ടാൻ അല്ലെങ്കിൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് PR കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇത് എങ്ങനെയായിരിക്കും ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് വരുന്നത്? കാരണം ഇത് നേരത്തെ ഇവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല. പഠിക്കാൻ വരുന്നതിന് മുന്നേ അറിയാൻ അതെ, മേലാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിലൊരു കാര്യമുണ്ട്. കുറച്ച് കുട്ടികളുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം പഠിക്കാൻ വരുന്ന കോഴ്സ് എന്തൊക്കെ സബ്ജക്ട്സ് ആണ്, എന്തൊക്കെ യൂണിറ്റ്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കണം. എത്ര ശതമാനം കുട്ടികൾ ഇത് നോക്കാത്തവരായിട്ടുണ്ട്? ഇപ്പം നമ്മൾ പറഞ്ഞ ഹോലാവേൾഡിന്റെ ഡേറ്റ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം എത്ര ശതമാനം കുട്ടികൾ? നേഴ്സിംഗ് കുട്ടികൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്, കാരണം അവർ പഠിക്കാൻ പോകുന്ന നേഴ്സിംഗ് ആണ്. അപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ട്. കാരണം അവരുടെ അമ്മയോ ആന്റിയോ ആരെങ്കിലും ഫാമിലിയിലോ നഴ്സിംഗ് എന്താണെന്ന് പറയുന്നുണ്ട്, അവർക്ക് ഒരു ഐഡിയ കാണും. IT പഠിക്കാൻ വരുന്നവർക്കാണ് കൂടുതലും ധാരണക്കുറവ്. ഇപ്പം BTech കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വലിയ പ്രശ്നമില്ല. BCom BBA കഴിഞ്ഞതിന് ശേഷം ബിസിനസ് അനലിറ്റിക്സ് അല്ലെങ്കിൽ IT റിലേറ്റഡ് കോഴ്സ് പഠിക്കാനായിട്ട് PR കിട്ടാനായിട്ട് സാധ്യതയുള്ള പ്രോഗ്രാം എന്നുള്ള രീതിയിൽ എടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളാണ് ഇത് കൂടുതലും പറയാറുള്ളത്. അതുപോലെ തന്നെ +2 കഴിഞ്ഞ് വരുന്ന ചില കുട്ടികളും ഈ അതായത് സയൻസ് നോൺ IT ഒക്കെ. അതായത് എനിക്ക് തോന്നുന്നു കുറച്ച് ലിബറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്ത് വരുന്ന കുട്ടികൾ എഡ്യൂക്കേഷനെ വളരെ സിമ്പിൾ ആയിട്ട് കരുതും. ഫോർ എക്സാമ്പിൾ, ഞാനത് കുറഞ്ഞൊരു കോഴ്സാണെന്ന് അല്ല പറയുന്നത്. BComഉം BBAയും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ നിലവാരമായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അത് ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ ആയിരിക്കും, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആയിരിക്കും. ഞാൻ കൂടുതൽ കാണുന്നത് BCom BBA +2 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെ സയൻസും ഉണ്ട്. അതായത് അത് കഴിഞ്ഞിട്ട് ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നിട്ട് നല്ല സാധ്യതയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വരെ വന്നിട്ട് ഇവിടെ എന്നാൽ അത് പഠിച്ചാൽ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ് മാറുന്ന കുട്ടികൾ ഇവിടെ ഇത്രയും പഠിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നതായിട്ട് നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ വരുന്നത്. ഒരു 19 ലക്ഷം രൂപയുടെയൊക്കെ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പൈസ ഫസ്റ്റ് സെമസ്റ്ററിൽ അടച്ച് ഫീസല്ലേ പോകുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ സിസ്റ്റം വെച്ചിട്ട് തലേദിവസം പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ച് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എനിക്ക് ചോദിച്ചത്, അത് കുട്ടികളുടെ കുറ്റമായിരിക്കുകയില്ല, അവർക്ക് പഠിക്കാൻ അത്രയും പാടാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയുന്നതും തിരിച്ചറിയുമ്പോൾ ഉള്ള കോൺഫിഡൻസ് കുറവാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം. ഞാൻ ഡീഗൻ യൂണിവേഴ്സിറ്റിയിൽ 2016 ഡേറ്റ അനലിറ്റിക്സ് പ്രോഗ്രാമാണ് പഠിക്കാൻ വന്നത്. അപ്പോൾ ഞാനിത് പഠിക്കാൻ വന്നിട്ട് ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ഞാൻ കണ്ടപ്പോൾ, മലയാളി ചേട്ടനാണ്. പുള്ളി എന്നോട് ചോദിച്ചു, ചേട്ടാ മണ്ട നീ എന്തിനാ ഈ കോഴ്സ് എടുത്തത്? ഇതിന് PR സാധ്യത വല്ലതും ഉള്ളതാണോ? അല്ല, ഇവിടുത്തെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, ഈ മാസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ പുള്ളി പറഞ്ഞ ആ ടോണും, പുള്ളി സീനിയറുമാണ്, വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസും ഉള്ള ആളാണ്. അപ്പം ഞാൻ ആ പുള്ളിയുടെ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞാൻ ചൂളിപ്പോയി. കാരണം ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കാണുന്നില്ല. അത് മാത്രമല്ല, കോഴ്സും ആ സമയത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊരു പുതിയ കോഴ്സാണ്. അപ്പോൾ ഇതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ PR എനിക്ക് അത്ര നിർബന്ധമല്ല, ഞാൻ ജോലി ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജോലി കണ്ടെത്തും. കാരണം ഞാൻ ഓൾറെഡി ഒരു IT ജോലി എനിക്ക് കിട്ടിയതാണ്. ഇൻ്റർവ്യൂസൊക്കെ ക്രാക്ക് ചെയ്യാൻ എനിക്ക് പാടില്ല എന്നുള്ളൊരു കോൺഫിഡൻസോ ഓവർ കോൺഫിഡൻസോ കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അപ്പം പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ലോൺ തിരിച്ചടയ്ക്കുന്നു, തിരിച്ച് നാട്ടിൽ പോയി ഞാൻ വർക്ക് ചെയ്ത കമ്പനി തന്നെ തിരിച്ച് കയറുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയി ജോലി ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ശരിക്കുമുള്ള പ്ലാന്. കാരണം അൾട്ടിമേറ്റ് എയിം ബിസിനസ് ചെയ്യാനും MBAയും ആ ലൈൻസൊക്കെയാണ് എൻ്റെ പ്ലാനിലുണ്ടായിരുന്നതെങ്കിൽ, അപ്പോൾ ഓസ്ട്രേലിയ പഠിക്കാൻ പോയ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഇതായിരിക്കും ഓസ്ട്രേലിയ ജോലി കിട്ടാൻ നല്ലത്, ഇനി പെർമനൻറ്റ് റെസിഡൻസി വേണമെങ്കിൽ നല്ലത് എന്ന് അതുകൊണ്ട് ഫുള്ളി ഒരു മൈൻഡിലല്ല. അപ്പം ഈ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ കോഴ്സ് ചേഞ്ച് ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ അതിന് മുന്നേ ഇതൊന്ന് അന്വേഷിക്കണം. അപ്പോൾ ഞാൻ 3 മൈഗ്രേഷൻ കൺസൾട്ടൻസിനെ കണ്ടു എന്നുള്ളതാണ്. അത് പല കുട്ടികളും ചെയ്യത്തില്ല, കാരണം $200 $100 നഷ്ടമാകും എന്ന് വിചാരിച്ച്. പക്ഷേ അതിനുള്ള ബുദ്ധി ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഭയങ്കര എക്സ്ട്രാ ബ്രില്യൻ്റോ ഷാർപ്പാണെന്നല്ല പറയുന്നത്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണും അല്ലേ, പെയ്ഡ് കൺസൾട്ടേഷൻ എടുക്കും. ഒരു ഡോക്ടർ പറയുന്നത് കൂടാതെ നമ്മളൊരു സെക്കൻഡ് കൺസൾട്ടേഷൻ, ഒരു തേർഡ് ഒപ്പീനിയൻ ഒക്കെ എടുക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ജീവിതം വെച്ച് കളിക്കരുത്, എപ്പോഴും കൺസൾട്ടേഷൻ എടുക്കും. ഇപ്പം ഹോലാവേൾഡ് പോലെ ഒരു കൺസൾട്ടൻസി പറഞ്ഞെന്ന് കേട്ട് ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക, റെപ്യൂട്ടഡ് ആയിട്ട് നല്ല റേറ്റിംഗ് ഉള്ള ഏജൻസികളെ പോയി കണ്ട് കാര്യങ്ങൾ ചോദിക്കുക. അതിനായിട്ട് പൈസ മുടക്കുന്ന ഒരിക്കലും നഷ്ടമല്ല കേട്ടോ, കാരണം നിങ്ങളുടെ ജീവിതം ഇനി നിർണ്ണയിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പം നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്
കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പം നമുക്ക് തന്നെ എൻ്റെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ വേറെ പല വ്ളോഗേഴ്സിൻ്റെയും കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ സ്റ്റുഡൻസ് ഇടയ്ക്ക് ഞങ്ങളെ മെസ്സേജുമായിട്ട് വന്ന് കാണിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, മിസ്ഗൈഡ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, അല്പജ്ഞാനമുള്ള ഒത്തിരി പേരുണ്ട്. അപ്പം അതെല്ലാം കുട്ടികൾക്ക് ദോഷം ചെയ്യും. എപ്പോഴും പെയ്ഡ് കൺസൾട്ടേഷൻ എടുത്തിട്ട് വിവരം എടുക്കുക. ഇപ്പം അസൈൻമെൻറ്റ് ഹെൽപ്പിൻ്റെ ആൾക്കാരുടെ ശല്യം വരുന്നുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു 1000 പേര് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്തു ഇതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ഞങ്ങളൊരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തത്. നമുക്കിപ്പം ഒരുപാട് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ വേണ്ടിയല്ലല്ലോ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ സാധാരണ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സൊക്കെ ബിൽഡ് ചെയ്യുന്നത്. ഞാൻ കാണുന്ന വ്ളോഗേഴ്സ് പലരും ചെയ്യുന്നത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതിനോടൊപ്പം അവർക്കൊരു അജണ്ട ഉള്ളത് അവരുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, അവരുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക. അപ്പം നമുക്ക് അങ്ങനത്തെ ലക്ഷ്യങ്ങളല്ല. നമ്മുടെ ലക്ഷ്യം ബേസിക്കലി സ്റ്റുഡൻസിലേക്ക് ഡയറക്റ്റായിട്ട് ഹെൽപ്പ് മാക്സിമം നന്നായിട്ട് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ക്ലോസ്ഡ് ഗ്രൂപ്പാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ജെന്യുവിനായിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്ന് വെരിഫൈ ചെയ്ത് അവരുടെ ഓഫർ ലെറ്റേഴ്സ് കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ COE കണ്ടു കഴിഞ്ഞിട്ട് മാത്രം. അപ്പോൾ നമുക്ക് എൻ്റെ ഓസ്ട്രേലിയ, എൻ്റെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയ 43 യൂണിവേഴ്സിറ്റീസ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഫോർ ഫെബ്രുവരി ഇൻടേക്ക് നമുക്കുണ്ട്. ഇപ്പോൾ അതിൽ 330 കുട്ടികളോളം ഉണ്ട് ആ ഗ്രൂപ്പുകളിൽ. നമുക്ക് 330 കുട്ടികളും ഓസ്ട്രേലിയ വരാനിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിനകത്ത് വേറൊരു വലിയ ഡേറ്റയും കൂടെ ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്, കുറച്ച് മുന്നേ വേറെ വീഡിയോയിൽ പറഞ്ഞു ന്യൂജൻ കൺസൾട്ടൻസിയിൽ ഹൈ വിസ സക്സസ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഈ ഡേറ്റയിൽ കൂടെ പറയാൻ പറ്റുന്നത് കേട്ടോ. 330 ഉള്ളതിൽ 320 പേർക്കും ഈ ഓരോ യൂണിവേഴ്സിറ്റി വൈസ് ഗ്രൂപ്പിലും അവർ മെമ്പർഷിപ്പ് കിട്ടി. എന്ന് വെച്ചാൽ ദേ ഗോട്ട് ആൻ അൺകണ്ടീഷണൽ ഓഫർ ഓർ വിസ ഗ്രാൻഡ് കിട്ടി. അൺകണ്ടീഷണൽ കിട്ടിയാൽ പോലും നമ്മൾ GS ക്ലിയർ ആയാലും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം. എന്നാലും വിച്ച് ഇസ് നോട്ട് ബാഡ്. ഇത് കഴിഞ്ഞ ഇൻടേക്കുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ബെറ്റർ സാധ്യതയുണ്ട്. എനിവേ ബാക്ക് ടു ടോപ്പിക്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ അംഗമാകുന്ന വഴി നിങ്ങൾക്ക് തീർച്ചയായും നല്ല സപ്പോർട്ട് കിട്ടും. ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും മിസ്ഗൈഡഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ അഡ്മിനോടോ ഞങ്ങളോടോ കൺസൾട്ട് ചെയ്യാം. അല്ലെങ്കിൽ നല്ല കൺസൾട്ടൻസികളോട് പെയ്ഡ് കൺസൾട്ടേഷൻ എടുത്തോളൂ ഉറപ്പായിട്ടും. എൻ്റെ ഓസ്ട്രേലിയയിലെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലുള്ളവരുടെ ഡേറ്റ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പെയ്ഡ് വേണ്ട. ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ ജെന്യുവിൻ സ്റ്റുഡൻ്റ് ആണെന്ന്. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ എന്തിനാണ് ഈ കൺസൾട്ടൻസികളൊക്കെ പെയ്ഡ് കൺസൾട്ടേഷൻ ആദ്യമേ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയാണ്. ഈ കോഴ്സ് ചേഞ്ച് ചെയ്യുന്നത് 2 രീതിയിലുണ്ട്. നമുക്ക് സെൻസസ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടല്ലേ, അവിടെ തൊട്ട് തുടങ്ങാം. ഈ സെൻസസ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഫെബിൽ പോകുന്നൊരു കുട്ടിയാണെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഒരു സെൻസസ് ഡേറ്റ് ഉണ്ട്. ഈ സെൻസസ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കോൾ ഓഫ് പീരീഡ് ആണ്. നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം സിക്നെസ് ഉണ്ട്, തിരിച്ച് നാട്ടിൽ പോകണം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം പഠിക്കാൻ പറ്റുന്നില്ല, വേറെ പ്രോഗ്രാമിലേക്ക് മാറണം എന്ന് ചിന്തിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സെൻസസ് ഡേറ്റ്. അപ്പോൾ ഈ സെൻസസ് ഡേറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള $1 പോലും അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യാണ്ട്. ഫീ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അടയ്ക്കണം. അങ്ങനെ അല്ലാണ്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് അടച്ചിട്ടാണല്ലോ ഓസ്ട്രേലിയയിൽ വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ബിസിനസ് MBA പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അതിന് PR കിട്ടാൻ പാടാണ്. അപ്പോൾ ആ കുട്ടിക്ക് അതിൽ നിന്ന് മാറി വേറൊരു പ്രോഗ്രാമിലേക്ക് IT-ലേക്കോ, പക്ഷേ IT-ക്കുള്ള റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. IT-ലേക്കോ സോഷ്യൽ വർക്കിലേക്കോ മാറണം. അപ്പോൾ സോഷ്യൽ വർക്കിലേക്കൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ 7 സ്കോർ വേണം, PT-ക്കോ IELTS-നോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് ഫീസ് പോവാണ്ട് മാറാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് ഈ സെൻസസ് ഡേറ്റ്. സാധാരണ 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെയാണ് കോഴ്സ് കമൻസ്മെന്റിന്. ഓറിയന്റേഷൻ അല്ല, കോഴ്സ് കമൻസ്മെന്റിന് ശേഷം അത്രയും സമയം കിട്ടും നമുക്ക് സെൻസസ് ഡേറ്റിന്. അതിനുള്ളിൽ നിങ്ങൾക്ക് മാറാം. അപ്പോൾ മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ട പ്രോസസ്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിനെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. സ്റ്റുഡൻറ്റ് സെൻട്രൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ഹെൽപ്പ് ഡെസ്ക് ഒക്കെ കാണുമല്ലോ, അങ്ങനെ സെയിം യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പ്രോഗ്രാം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ അഡ്മിഷൻസിൽ പോവുക, അവരെ ഇൻഫോം ചെയ്യുക. അപ്പോൾ അവർ പറയും ഇത് റിട്ടേൺ ആയിട്ട് ഒരു മെയിലായിട്ട് അയക്കാനും പറയും. അപ്പോൾ അവരെ കൊണ്ട് നിങ്ങൾ റിട്ടേൺ ആയിട്ട് കളക്ട് ചെയ്യിപ്പിക്കണം. കാരണം ഇന്ന് വന്നിട്ട് നമ്മൾ ഒരാളെ ആയിരിക്കും കാണുന്നത്, അയാൾ പറഞ്ഞു ഇത് ഇത്രയേ ഉള്ളൂ, ഇത് ഇപ്പം പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറയും. നാളെ വരുമ്പോൾ മറ്റൊരാളായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു കാര്യം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് കുട്ടികൾ വന്നിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്ന് അറിയത്തില്ല. മുറി ഇൻഫർമേഷൻ കൊടുക്കും. അതെ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് മനസ്സിലായെന്ന് നമുക്ക് എങ്ങനെ അറിയാം. അപ്പം കൂടുതലും റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് അതിനകത്ത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏജൻസിനെ ഹെൽപ്പ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. O-level സ്റ്റുഡൻസ് മോസ്റ്റ് വെൽക്കം ആണ്. എൻ്റെ ഓസ്ട്രേലിയ സ്റ്റുഡൻസും വെൽക്കം ആണ്. നമുക്ക് പറ്റാവുന്നിടത്തോളം ഹെൽപ്പ് ചെയ്യാം നമ്മുടെ ടൈം അനുസരിച്ച്. നമ്മളുടെ അൾട്ടിമേറ്റ് എയിം ഓഫ് വൈ O-level ചാനൽ ആൻഡ് O-level ഇതെന്നൊക്കെ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ എഡ്യൂക്കേഷൻ ഓസ്ട്രേലിയ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. 2016 വന്ന് സ്റ്റുഡൻറ്റ് ലൈഫ് കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് കൂട്ടുകാർ സ്ട്രഗിൾ ചെയ്ത്, ഞാൻ ഉൾപ്പെടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഡിറക്ഷൻ കിട്ടാത്തത് കൊണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതൊരു ഗ്യാപ്പായിട്ട് തോന്നി. കാരണം ട്രഡീഷണൽ സോ കോൾഡ് ബിഗ് ഏജൻസീസ് ആർ ബീങ് ഇൻ ദ മാർക്കറ്റ് ഫോർ സോ ലോങ്, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ആസ് മച്ച്. ബിക്കോസ് ഏജൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ബയേഴ്സ് ഏജൻറ്റുണ്ട്, സെല്ലേഴ്സ് ഏജൻറ്റുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ടേംസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വസ്തു കച്ചവടത്തിനൊരു ബ്രോക്കർ എന്ന് പറഞ്ഞ പോലെയാണ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ്, ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഈ ബ്രോക്കർമാരെന്താ ചെയ്യുന്നത്, നമ്മൾ കാശുള്ളവർ NRIക്ക് ലാൻഡ് ബൈ ചെയ്യണമെങ്കിൽ NRIക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബ്രോക്കർ കാണും. എന്നാൽ ലാൻഡ് സെല്ല് ചെയ്യാനുള്ള ആൾക്ക് വേണ്ടിയുള്ള ബ്രോക്കർ കാണും. അപ്പം അതാണ് ബയേഴ്സ് ഏജൻറ്റ്, സെല്ലേഴ്സ് ഏജൻറ്റ്. അപ്പം നമ്മൾ ആരുടെ സൈഡിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സാധാരണ ഏജൻസികളെല്ലാവരും ഇൻക്ലൂഡിങ് ഹോല വേൾഡ്, ഞങ്ങൾക്ക് ആരാണ് റവന്യൂ തരുന്നത്? നിങ്ങളാണോ? സ്റ്റുഡൻസ് ആണോ? അല്ല, ഞങ്ങൾക്ക് റവന്യൂ തരുന്നത് യൂണിവേഴ്സിറ്റീസ് ആണ്, അല്ലേ, ഈ വർക്ക് ചെയ്യുന്നതിന്. അപ്പം ഒബ്വിയസ്ലി മോർ മണി കിട്ടുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് സാധാരണ ഏജൻസ് എല്ലാവരും ബിസിനസ്, ചാരിറ്റിക്കല്ല ബിസിനസ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഹോല വേൾഡ് വ്യത്യസ്തരാവുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പിച്ച് പറയാം. ഞങ്ങൾ ഒരിക്കലും യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയല്ല ഹോല വേൾഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സ്റ്റുഡൻസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് വിടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ പുറത്ത് കൊടുക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. സ്റ്റുഡൻസിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിംഗ് ആണ് ഞങ്ങളുടെ അടുത്ത എയിം. കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബും അതുപോലെ ഫുൾ ടൈം ജോബും കരിയർ. അപ്പോൾ നമ്മൾ ഹോല വേൾഡ് സ്റ്റുഡൻസിന് വേണ്ടി ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട്. ജോബ് കണ്ടെത്താനും അവരെ ഇൻറ്റേൺഷിപ്പിന് തയ്യാറെടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മൈഗ്രേഷനും ഞങ്ങളുടെ ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ PR ഫയൽസ് എല്ലാം നമുക്ക് തന്നെ ചെയ്യണം. എൻ്റെ ഓസ്ട്രേലിയക്കും ഒരു സേവനം നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കറിയാം നമ്മളെ അറിഞ്ഞവരാണ് അറ്റ്ലീസ്റ്റ്. അതെ, ഓക്കെ. അപ്പം എനിവേ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, സെൻസസ് ഡേറ്റിന് മുന്നായിട്ട് നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി സെൻസസ് ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ വേറെ പ്രോഗ്രാമിലേക്കോ, സെയിം യൂണിവേഴ്സിറ്റി തന്നെയാണെങ്കിലും സെൻസസ് ഡേറ്റ് കഴിഞ്ഞാലും നമ്മുടെ ആ ഫീസ് നഷ്ടപ്പെട്ടു. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ അടച്ച ഫീസ് നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരു കോഴ്സ് മാറണമെന്നുണ്ടെങ്കിൽ സെയിം യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണം അടുത്ത സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് നമ്മൾ മാറിയ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് എടുക്കാൻ. ഇനി നിങ്ങൾക്ക് ഇപ്പം പഠിക്കുന്ന യൂണിവേഴ്സിറ്റി പഠിക്കാൻ താല്പര്യമില്ല, വേറൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ വേറൊരു കോളേജിൽ പഠിക്കാനാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് 6 months കഴിഞ്ഞിട്ടേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഓസ്ട്രേലിയയിൽ പറ്റും. അതെ, ഒന്നും പറ്റത്തില്ല എന്ന് പറയാതെ പറ്റും. 6 മാസം കഴിഞ്ഞാൽ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാധാരണ രീതിയിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയോ കോളേജോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു റിലീസ് ലെറ്റർ വേണം 6 months മുന്നേ ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന്. പക്ഷേ 6 months കഴിഞ്ഞിട്ടാണ് ആരുടെ ഔദാര്യം വേണ്ട, യു ക്യാൻ ചേഞ്ച്. അപ്പോൾ അതിന് നമ്മളെ ഏജൻസിനെ കോൺടാക്ട് ചെയ്യാം. ഹോല വേൾഡ് ഇസ് ഓപ്പൺ ഹിയർ. ഞങ്ങളുടെ പാരാമീറ്റർ ഓഫീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്തോ. നമ്മൾ കോഴ്സ് ചേഞ്ചിന് ഫുൾ അസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജിലേക്കോ മാറാൻ പറ്റും. കോളേജിൽ എന്തുകൊണ്ട് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് പറ്റുന്നില്ല, ഇപ്പോൾ വന്നിട്ട് എങ്ങനെ കോളേജ് കിട്ടുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ഞാനൊന്ന് പറഞ്ഞോട്ടെ. കോളേജസിലേക്ക് നമുക്ക് ഓൺ ഷോർ നിൽക്കുമ്പോൾ വിസ സക്സസ് റേറ്റ് കൂടുതലാണ്. കാരണം ഇനി സർക്കാർ വിചാരിക്കുക റിജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള മൈഗ്രേഷൻ ഏജൻസ് ആണെങ്കിൽ ഒരു ട്രൈബ്യൂണലിൽ കേസിടും. AAT, ഓസ്ട്രേലിയൻ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ കോടതിയിൽ കേസിടും. കേസിട്ട് കഴിഞ്ഞാൽ ആ കേസ് വിളിക്കാനും അതിൻ്റെ വിധി വരാനും ഒക്കെ സമയമെടുക്കും. ആ ഒരു 1-2 വർഷം സമയം കൊണ്ട് കുട്ടി കോഴ്സ് പഠിച്ച് പാസ്സാവും. പാസ്സായി കഴിഞ്ഞാൽ ജെനുവിൻ സ്റ്റുഡൻ്റ് ആണെന്നുള്ളതിന് തെളിവായി. കുട്ടി പാസ്സായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കേസ് ജയിക്കും. അതുകൊണ്ട് അങ്ങനെയാണ് ഈ കോളേജസിലേക്ക് നമുക്ക് കുട്ടികളെ ഓൺ ഷോർ നിന്ന് മാറുന്നത്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പം പകുതി ഫീസേ വരുന്നുള്ളൂ, ഒപ്പം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും പകുതിയേ ഉള്ളെന്ന് വിചാരിച്ചു. ഉറപ്പാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഞാൻ പഠിക്കാൻ വന്നു, ഞാൻ തീരുമാനം എടുത്തു എനിക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യണം, ഞാൻ വേറെ യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്. അത് ഇനി 6 months കഴിഞ്ഞിട്ടാണ് എന്തായാലും നോക്കുന്നത്. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ കാണിക്കുന്ന ഒരു അബദ്ധമാണ്, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സില്ല അതങ്ങ് ഉഴപ്പോ, അല്ലെങ്കിൽ അത് യൂണിവേഴ്സിറ്റി ക്ലാസ്സിൽ പോകത്തില്ല, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിനെ ഇൻഫോം ചെയ്യും ഞാൻ ഇവിടെ ഇനി പഠിക്കുന്നില്ല, അടുത്ത യൂണിവേഴ്സിറ്റി ആണെന്ന് നോക്കുന്നതെന്ന്. അപ്പം എന്നാ ചെയ്യും, നമ്മളിപ്പം കറൻ്റ് എൻറോൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഏത് യൂണിവേഴ്സിറ്റിയാണ് അവർ നമ്മുടെ COE എങ്ങനെ ക്യാൻസൽ ചെയ്യും. COE ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ പുതിയൊരു COE നമ്മൾ എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ രാജ്യം വിട്ടു പോകണം. ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ആരാ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇതൊക്കെ എപ്പോഴാണ് പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് PR-നോ
PR അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും പ്രശ്നം വന്നില്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം പ്രശ്നം വരും. ഇല്ലീഗലായിട്ട് ഒരു ദിവസമെങ്കിലും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് സിറ്റിസൺഷിപ്പിൻ്റെ ആപ്ലിക്കേഷനെ ഇത് എഫക്ട് ചെയ്യും. ഇനി വേറൊരു പോയിന്റ് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വന്ന നമുക്ക് വിസ കിട്ടിയ ലെവലിനേക്കാളും താഴെയുള്ള ഒരു ലെവലിലുള്ള എഡ്യൂക്കേഷൻ നമ്മൾ പഠിക്കാൻ പാടില്ല എന്നാണ്. അതായത് AQF ലെവൽ, ഓസ്ട്രേലിയൻ ക്വാളിറ്റി ഫ്രെയിംവർക്ക് പ്രകാരം ലെവൽ. അപ്പോൾ ബാച്ചിലേഴ്സിൻ്റെ ലെവൽ 7 ആണ്, ഗ്രാജുവേറ്റ് ഡിപ്ലോമയുടെ ലെവൽ 8 ആണ്, അല്ലെങ്കിൽ ബാച്ചിലർ ഓണേഴ്സിൻ്റെ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ ലെവൽ 8 ആണ്, മാസ്റ്റേഴ്സ് ലെവൽ 9 ആണ്. അപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്ന ഒരാൾ ബാച്ചിലേഴ്സിലെ ഒരു ഡിപ്ലോമയ്ക്കോ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ അതിൽ അപകടമുണ്ട്. പക്ഷെ അതിനൊരു വർക്ക് അറൗണ്ട് ഉണ്ട്, ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് ഓഫേഴ്സ് എടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ കോഴ്സ് മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ കോഴ്സ് നവംബറിൽ തീർന്നു, ഫെബ്രുവരിയിലാണ് അടുത്ത ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവധിയാണെന്ന് വെച്ചോ, ഫെബ്രുവരി ഇൻടേക്കിന് നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് മാർച്ചിലേക്ക് പോകണമെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ COE ക്യാൻസൽ ആവാതെ ഫീസ് അടയ്ക്കാതെ എങ്ങനെ ജമ്പ് ചെയ്യണം, അതിന് നമുക്കൊരു ഇംഗ്ലീഷ് പ്രോഗ്രാം ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് ഓഫർ എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ COE ഇല്ലാതെ നിൽക്കാനായിട്ട് പാടില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് പ്രോഗ്രാമിൻ്റെ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ലീഡിങ് ടു യുവർ മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് അങ്ങനത്തെ പ്രോഗ്രാം നമുക്ക് ക്ലബ് ചെയ്ത് ഓഫേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിസ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിസ ഡ്യൂറേഷൻ തീരുന്ന സമയത്താണ് നമുക്ക് പുതിയ വിസ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്തേക്കുന്ന ആക്റ്റീവ് COE നിങ്ങൾ പഠിക്കാൻ വന്ന അതേ ലെവലിലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അതാണ് അതിൻ്റെ ഒരു വർക്ക് അറൗണ്ട്. ഇതും അവർ ബ്ലോക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇത് കറൻ്റ്ലി റണ്ണിങ് ആണ്, ഇതിപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈം ടു ടൈം ഈ റൂൾസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ ശരിക്കും അറിവുള്ള കൺസൾട്ടൻസിൻ്റെ അടുക്ക് വന്നാലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലാതെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോഴ്സ് ചേഞ്ചിനെ നമ്മളെ സമീപിക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം എക്സ്റ്റൻസീവ് സപ്പോർട്ട് കിട്ടും. എപ്പോഴും കോഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഓർക്കുക, PR സാധ്യതയുള്ള കോഴ്സുകൾ തന്നെ ആയിരിക്കും. അതെന്താണെന്ന് കൂടി പഠിച്ച് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതെ, കമൻറ്റ് ചെയ്താൽ പെട്ടെന്ന് റെസ്പോൺസ് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് ജസ്വിൻ ആൻഡ് സൈനിങ് ഔട്ട് ഫ്രം ഹോള യൂട്യൂബ് ചാനൽ. താങ്ക് യു.